പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ ദിവസം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യതയോടും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ ഈശോയെ. കർത്താവെ, ദൈവപൈതന്മാർ ഈ ഭൂമി ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാക്കപ്പെട്ട കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണതും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയുണ്ട്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ട്. എന്നാലും ശരി, നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്നൊരു ബോധം നിനക്കുണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബദൗത്യത്തിനായി പോകുന്നവരെ, ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെ എല്ലാം സന്ധിക്കാൻ സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ. നിനക്ക് പ്രാർത്ഥന മങ്ങിപ്പോയവരെ, പ്രാർത്ഥന തളർന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിച്ചിട്ട്
അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ് രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കയറി കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പോൾ ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെയ്ത് പെറുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും കരച്ചിലും കാണിച്ചുകൊണ്ട് കർത്താവിന് മറത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവിടെ എല്ലാം ഞായറാഴ്ച കർത്താവിൻ്റെ കൃപയിൽ ബോധത്തിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ. ടാർജറ്റിങ്, കമ്പനിക്കാർ ടാർജറ്റ് കൊടുക്കത്തില്ലേ? ചില ആൾക്കാർ പറയും, അച്ഛാ ഞാൻ അവിടുന്ന് പോകുന്നു കേട്ടോ അച്ഛാ എന്ന് പറയും. ഏത് അവരൊക്കെ ബാങ്കിന് വെറുതെ ഞാൻ പറയണില്ല, ആ ബാങ്കിൽ ഞാൻ പോയി. എന്താ ടാർജറ്റ് ആരെക്കൊണ്ട് താങ്ങും? അപ്പം ഞാൻ മടുത്തെന്ന് പറയും. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാർജറ്റുണ്ട്. എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദയവൈതല്. ഇപ്പം നമുക്ക് വെറുപ്പ് തോന്നും, അപ്പോൾ അവർ നമ്മൾ ന്യായമായിട്ടൊക്കെ പെരുമാറി സന്തോഷമായിട്ടൊക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തെങ്കിലും നമുക്കൊരു അവസരം വന്നപ്പോൾ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയത്തില്ലേ? അപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നും. അപ്പോൾ കർത്താവിൻ്റെ വചനം എന്ന് പറയും, വെറുപ്പായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ടാർജറ്റ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും സ്നേഹത്തിൽ ടാർജറ്റായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എക്വിപ്ഡാവും, ആംഡാവും, നിങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നുവെന്ന് 1 Corinthians 14:1. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ചില ബിസിനസ് കമ്പനിക്കാരൊക്കെ ടാർജറ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ ബൈബിൾ നമുക്ക് തരുന്ന ടാർജറ്റ് എന്താണ്? സ്നേഹമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ആളെ സഹായിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു പ്രവർത്തനം ചെയ്താലും, ഇപ്പോൾ ജർമ്മനും അതുപോലെ തന്നെ ഫ്രഞ്ചുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണമല്ലേ? കൂട്ടുകാർക്ക് അത് ട്യൂഷനൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടുകാർ നമ്മളോട് കുറച്ചുകൂടി പ്രതിപത്തിയുള്ളവരായിരിക്കും എന്നൊക്കെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതല്ല, അത് അറിവില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ കാരുണ്യപ്രവൃത്തിയല്ലേ? അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ജർമ്മൻ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്താൽ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളല്ല, എക്സ്ട്രാ ചെയ്യുമ്പോഴേ നമുക്ക് പെയിൻ ഉണ്ടാവുകയെ. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് വേദന എന്ന് നമ്മൾ പറയണത്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? പല്ലുവേദന, എനിക്ക് 2-3 ദിവസം വേദന ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ പല്ലിട്ട് കൊണ്ട്, അപ്പോൾ എക്സ്ട്രാ വന്ന വേദനയാണ്. 2-3 ദിവസമായിട്ട് എനിക്ക് വേദന ഉണ്ട്, പല്ലുവേദന ഉണ്ട്. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ പല്ലിന് ആ വേദനയുള്ള പല്ലെ വെച്ച് കടി കിട്ടി. അത് ഇറച്ചിയായാലും വേറെ എന്ത് സാധനം കടിച്ചപ്പോൾ അവിടെ വേദന എടുത്ത്. ഇപ്പോൾ എക്സ്ട്രാ വേദന വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതായി. അപ്പോൾ അത് വേദനയായി. എക്സ്ട്രാ വരുന്ന വേദനയാണ് വേദന എന്ന് പറയണത്. അപ്പോൾ എക്സ്ട്രാ വരണ എന്ത് ചെയ്യാവുന്നതാണ്? എക്സ്ട്രാ വരുന്ന വേദന എന്ത് ചെയ്യണം? അത് കർത്താവിൻ്റെ സഹനങ്ങൾ കൂട്ടിച്ചേർക്കുക. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് സഹിക്കുന്നത് എന്താണ് ചെയ്യുന്നത്. മത്തായി 5:47 എടുത്തേ. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ചെയ്യുന്ന കാര്യമായാലും ശരി, ചൊല്ലുന്ന കാര്യമായാലും ശരി, വേദനയായാലും ശരി, എക്സ്ട്രാ വരുന്നതിനാണ് മാർക്കുള്ളത്. മനസ്സിലായില്ലേ? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് വേദനിക്കുന്നത്? ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള ചില ഭാരങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമൊക്കെ ഇരിക്കും. അപ്പോൾ അത് എക്സ്ട്രാ മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത ഒരു 1000 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിനൊക്കെ അത് വരത്തുള്ളൂ. അപ്പോൾ അത് എക്സ്ട്രായാണ്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വേദന എന്ന് പറയുന്നത്, എക്സ്ട്രാ വരണത്. അപ്പം നിങ്ങൾ മര്യാദക്കൊക്കെ ജീവിക്കുന്നു. ഞാനെൻ്റെ കുഞ്ഞുനാളിൽ ചിലർ പറയും, ഞാൻ കുഞ്ഞുനാളും മുതലൊക്കെ ദൈവത്തെ ഒപ്പിച്ച് പള്ളിയൊക്കെ പ്രാർത്ഥനയൊക്കെ ജീവിക്കുകയാണ്, പക്ഷേ എനിക്കിത് വന്നല്ല എന്ന് അങ്ങനെ പറയും. ഞാനൊരു മദ്യപാനത്തിനും ഇല്ല, ഞാനൊരു പുകവലിക്കും ഇല്ല, എന്നാലും എനിക്ക് ഫാറ്റ് ലിവർ വന്നല്ല എന്ന് പറയത്തില്ലേ ആൾക്കാർ? പറയത്തില്ലേ അങ്ങനെ? അതായത് ഇതൊക്കെ മദ്യപാനികൾക്ക് വന്ന രോഗമാണ്, ഞാൻ ഇതൊന്നും ഇല്ല, എന്നിട്ട് എനിക്ക് എക്സ്ട്രാ വന്നല്ല. എക്സ്ട്രാ വരുന്നതാണ്
നമുക്ക് റീഡിംഗ് ആയിട്ടുള്ളത്, കർത്താവിന് സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ നിൻ്റെ ഉത്തരവാദിത്തം അല്ലാതെ തന്നെ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എക്സ്ട്രാ വേദനകൾ വരും. അപ്പോൾ ബുദ്ധിയും ബോധവും ഉള്ള വിശ്വാസികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വരുന്ന സംഭവം എന്ത് ചെയ്യും? അത് കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കാനായി ഉപയോഗിക്കും. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ ഒരു ഗുണം അതാണ്. ഇപ്പം എനിക്ക് ഈ കിഡ്നിയുടെ അസുഖമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനെന്ത് കർത്താവിൻ്റെ പേരല്ലേ ചെയ്യണത്? 24 മണിക്കൂറും കർത്താവിൻ്റെ പേരെ ചെയ്യുന്നു. ഞാൻ അങ്ങനെ വേറെ എക്സ്ട്രാക്ക് ഒന്നും വേറെ ഒരു ലിഷറിനൊന്നും പോകത്തില്ല. എവിടെയെങ്കിലുമൊക്കെ പോയാലും പിറ്റേ ദിവസം അപ്പം തന്നെ എൻ്റെ ജോലി ശുശ്രൂഷ കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലെത്തും. അപ്പോൾ ഞാൻ അങ്ങനെ അമ്യൂസ്മെൻറ്റിനൊന്നും ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ ഡിസീസ് വന്നില്ലേ? അപ്പോൾ എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് യേശുവിന് കംപ്ലയിൻറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ലല്ലോ. മാസത്തിൽ ഒരു 3 പ്രാവശ്യം നീർക്കെട്ടൽ വരും. ശ്വാസം മുട്ടലും വലിവും ചുമയൊക്കെ വരും. കഫമൊക്കെ കെട്ടലുണ്ടാകും. നീർക്കെട്ടൽ ഇങ്ങനെ ബോഡി വേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പതിരെ പിടിക്കും. ശ്വാസകോശത്തെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അത് പനിയായിട്ട് മാറും. അപ്പോൾ ഒരു സ്വസ്ഥത നമുക്കുണ്ടാകത്തില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ നമ്മൾ ദൈവത്തോട് യുദ്ധത്തിന് പോകത്തില്ല. എന്താ കാര്യം? ഇത് എക്സ്ട്രാ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതായത് നമ്മൾക്ക് ഈ വേദന ആൾക്കാർ പിറുപിറുക്കണത്, ഇപ്പം ബൈബിളിലൊരു പിറുപിറുപ്പില്ലേ? എന്താ പറയണത്? ഞങ്ങൾ 11-ാം മണിക്കൂറിൽ വന്ന അവരെ ഞങ്ങൾ 1-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളുമായിട്ട് അവരെ നിങ്ങൾ താരതമ്യപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് പിറുപിറുക്കും. അപ്പോൾ ഇവർ എക്സ്ട്രാ ചെയ്തെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലിയിൽ, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ 12 മണിക്കൂർ ജോലിയിൽ അവസാനം വന്നൊരു 1 മണിക്കൂറാണ് ജോലി ചെയ്തത്. പകലിൻ്റെ മുഴുവൻ ചൂടും വെയിലും കൊണ്ട് ഞങ്ങളെ അവരോട് താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് പിറുപിറുക്കും. ഇത് എക്സ്ട്രായാണ്. അവർക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒരു എക്സ്ട്രായും സംഭവിക്കത്തില്ല. മറ്റ് ഇപ്പം നിൻ്റെ നാത്തുവിനേക്കാളും നിൻ്റെ അനിയത്തേക്കാളും നിൻ്റെ ചാച്ചനേക്കാളും നിൻ്റെ ചേച്ചിയേക്കാളും ഒക്കെ നിനക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കർത്താവിനേക്ക് വരവെക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണ്? അത് കർത്താവിൻ്റെ മരണത്തെ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഉയർപ്പ് വിശ്വസിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടിയുള്ള നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരങ്ങൾ നിന്നോടും, അച്ചാരം മാത്രമല്ല അതിന് മുതലടയാനുള്ളത് കൂടി നിന്നോട് വാങ്ങിക്കുകയാണ്. അത് ബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരേണ്ടതാണത്. നിനക്കത് കിട്ടാത്തത് കൊണ്ടാണ് എന്നിലൂടെ ഇപ്പോൾ കർത്താവ് നിന്നോട് സംസാരിക്കുന്നത്. ഇപ്പം നിൻ്റെ എക്സ്ട്രാ വേദനകൾക്കെല്ലാം ഇതുകൊണ്ട് പരിഹാരമാകണം. നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ. അപ്പോൾ നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്നാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനെ സ്ഥാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായ ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നതെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിൽ പോയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിൽ, വിശ്വാസത്തിൽ, സംസ്കാരത്തിൽ, അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങൾ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ
അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം സംസാരിക്കാനും വിവാഹം എന്ന കൂദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണത്തിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കത്തുന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചില് തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിലും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങനെ തിരിച്ചു ചെയ്തു പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങനെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറവാർന്ന വലതുകരം അടിപ്പെടുതാകുന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങളുണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ. ഓരോ കോഷ്ടങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊഴിൽ അസുഖങ്ങൾ, തൊണ്ടസുഖങ്ങളുള്ളവർ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, തലച്ചോറിന് രോഗങ്ങളുള്ളവർ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവർ, ഉദര രോഗങ്ങൾ, പാങ്ക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശ ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ് ജോലി നാട്ടിലില്ലാത്തവർ, പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷയിൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ ശ്രുതികളെ മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേനിക്കുക. സമാപന ആശീർവാദ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഉടമ്പടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയ അനുഭവം ഓരോ ഉടമ്പടി ആരാധന വെളിപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൈകൾ ഉയർത്തി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ മൗനമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ആരാധനയുടെ നിമിഷങ്ങളിലൊക്കെയും കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അങ്ങ് പ്രകടമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി ആലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കാതെ, മാധ്യസഹായത്തിന്റെ തണൽ ലഭിക്കാതെ പോകാതിരിക്കുവാൻ ഇടവരുത്തണമേ. ദൈവമേ, ആരാധന നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ ആരാധന നിമിഷങ്ങളൊക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ എന്നും പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്നും വചനം ശ്രവിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ആയിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രൂപം എന്നതിനേക്കാളുപരി ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതിയാണ്. എന്താണ് ഉടമ്പടി? ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതി. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനയാണ്. ഇത് ക്രാക്കാകണത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ്. ബൈബിൾ പറയണത് 3 തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാമെന്ന് പറയണം. 3 തരത്തിൽ പ്രവർത്തിക്കാം. നമുക്കറിയാമല്ലോ എൻ്റെ ബേസിക് ടേം എന്താണ്? ഉടമ്പടിയെ അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പറയണത് പോലെ ചെയ്യുകയാണ് ഉടമ്പടി. ഇനി ഈശോ പറയണ പോലെ ഈ യോഹന്നാൻ 2:5 അത് വചനം 1 വായിച്ചേ. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇതിൻ്റെ ആദ്യ വെളിപാടെന്ന് പറഞ്ഞത് ഇതിൻ്റെ കന്യ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാഹചര്യം, കുടുംബത്തിൻ്റെ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ്. ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന, എന്ത് തരത്തിലുള്ള ഇല്ലായ്മയായാലും അത് പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ്. കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി.
അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം, അവരൊരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോകുകയായിരുന്നു. നാട്ടുകാരവരെ ക്ഷണിച്ച് വരുത്തിയവരെ അപമാനിച്ച് വരേണ്ട ഒരു അവസ്ഥ വന്ന് വീഞ്ഞ് തീർന്നു പോയി. അപ്പം അങ്ങനെ ഒരു മാനസിക പ്രയാസമുണ്ട്. അത് ശാരീരിക പ്രയാസം, രോഗവും കാര്യങ്ങളൊന്നും അല്ല, ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ മാതാവ് ആദ്യം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ ഭ്രാന്തല്ലേ മനസ്സിലുണ്ടാകുന്ന പ്രശ്നം. ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? പരീക്ഷയ്ക്ക് തോറ്റാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. പരീക്ഷയ്ക്ക് തോറ്റാൽ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകുന്നത്? പരീക്ഷയ്ക്ക് തോറ്റെന്നുള്ളത് പ്രയാസം അത് നമ്മുടെ സ്വകാര്യമാണ്, അത് നമുക്ക് തന്നെ സഹിച്ച് തീർക്കാം. ഇതില്ല, ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ? അപ്പം സമൂഹം അടിച്ചേൽപ്പിക്കണ ഒരു മാനസികാഘാതമുണ്ട്. ആൾക്കാർ നാട്ടുകാരെന്ത് പറയുമെന്ന് പറയുന്നില്ല, നാട്ടുകാരെന്ത് പറയും നമ്മളോർക്കോ നാട്ടുകാരെ വാഴക്കാൻ പുറത്താൻ പറ്റുക? അതുപോലെ വല്ല കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഉണ്ടെന്നാണ് പറയണത്, മാതാവ് പറയണത്. നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാരെന്താ നാട് വിട്ടു പോയെന്ന് പറയണത്, ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സ് എന്ന് പറയണത്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത നമ്മുടെ ഫെയിം പോയാൽ നമ്മളെക്കുറിച്ച് വിലയില്ലേ, വിലയും നിലയും എന്നൊക്കെ പറയത്തില്ലേ? ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത്, ഒരു വിലയും നിലയും ഒക്കെ. അപ്പോൾ എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത്? അത് ആണ് നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത്. നമ്മൾ മനുഷ്യരായ മാത്രം പോരാ, നമുക്കൊരു വിലയുണ്ടാകണം, പിന്നെന്താണ്, ഒരു നിലയുണ്ടാകണം. അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോണ അവസ്ഥയാണ്. നാട്ടുകാരവരെ ഈ കനായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു, അവിടെ നില പോകുന്നു. പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. അതാണ് ഉടമ്പടി. നിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എന്തുമാത്രം മനുഷ്യരാണ് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വിലയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയണത്. എല്ലാ ദിവസവും പറയുകയല്ലേ ആൾക്കാരെ? എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്നു. അപ്പോൾ നമുക്കും പ്രത്യാശിക്കാം, നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. അത് ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെടാൻ പോകുന്നതോ, ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകും നമ്മുടെ ഭാവി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം. നിൻ്റെ ഭാവി, വർത്തമാനം മാത്രമല്ല, നിൻ്റെ ഭാവിയെ ദൈവം സുരക്ഷിതമാക്കും. ആ വീട്ടിലൊരു ദുരന്തം, അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. ഇപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അത് വ്യക്തിയായാലും ശരി, രാജ്യമായാലും ശരി, ഇനി ഭൂലോകം ആസകരമായാലും ശരി, വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ, ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.